സെക്രട്ടേറിയറ്റ് ഓഫീസുകളിലേക്ക് ചായ വാങ്ങിയ ചെലവ് 6 ലക്ഷം. നല്ല ചൂടുള്ള ദൂർതെന്ന വിമർശനവും പരിഹാസവും ചർച്ചകളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട്. ചായ കുടിച്ചും സർക്കാരിനെ ഇങ്ങനെയൊക്കെ മുടിപ്പിക്കാം. IAS ഉദ്യോഗസ്ഥരുടെയും അവരുടെ ഓഫീസുകളിലെയും ചായ കാപ്പി കണക്കിൽ ലക്ഷങ്ങളാണ് സർക്കാരിന് ചെലവാകുന്നത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ചീഫ് സെക്രട്ടറിയുടെയും മറ്റ് സെക്രട്ടറിമാരുടെയും ഓഫീസുകൾ ചായയും കടിയും വാങ്ങി ചെലവാക്കിയത് 6 ലക്ഷം രൂപ. 2025 ഒക്ടോബർ മുതലുള്ള 3 മാസത്തെ കണക്കാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള കണക്ക് എത്ര എന്നാണ് ചോദ്യം. ഞെട്ടേണ്ട ആവശ്യമില്ല. 6,05,434 രൂപ 2025 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ചീഫ് സെക്രട്ടറിയുടെയും മറ്റ് സെക്രട്ടറിമാരുടെയും ഓഫീസുകൾ വാങ്ങിയ ചായ, കാപ്പി, ലൈറ്റ് റിഫ്രഷ്മെന്റുകൾ എന്നിവയ്ക്ക് ചെലവായ തുകയാണ്. ഓരോ മാസവും ശരാശരി 2 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ആകെ ഒരാശ്വാസം സെക്രട്ടേറിയറ്റ് വളപ്പിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് ചായയും കടിയും വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. കോഫി ബോർഡ് തൊഴിലാളികളുടെ സഹകരണ സംഘത്തിനാണല്ലോ ഖജനാവിലെ കാശ് ലഭിക്കുന്നതെന്നതും സന്തോഷം. 3 മാസം ഓഫീസ് പ്രവർത്തിച്ച സമയത്ത് മാത്രം ഇത്രയും അധികം ചായയും കാപ്പിയും കടികളും വാങ്ങിയത് എങ്ങനെയെന്ന് അത്ഭുതം തോന്നുക സ്വാഭാവികം മാത്രമാണ്. 72 പ്രവൃത്തി ദിവസങ്ങളിൽ ശരാശരി 8,408 രൂപ ചായ കണക്കിൽ ചെലവായിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥരെ കാണാൻ വരുന്ന സാധാരണക്കാരൊഴിച്ചുള്ളവരോടെല്ലാം ആതിഥ്യ മര്യാദ അല്പം കൂടുതൽ കാണിച്ചിട്ടുണ്ടാകാം. ഇതൊന്നും വലിയ തുകയല്ല, സെക്രട്ടേറിയറ്റ് ഭരണസിരാ കേന്ദ്രമല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടന്നാലും ഇല്ലെങ്കിലും ചായക്കാശ് അനുവദിച്ച് സർക്കാർ ഈ 2-ാം തീയതി ഉത്തരവിറക്കിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്നും ആഡംബരവും ധൂർത്തുമൊക്കെ ഒഴിവാക്കണമെന്നും പലപ്പോഴായി സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒന്നും ആഡംബരം കുറയുന്നില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം.